പോവണോ? ഇവിടുത്തെ കഴിഞ്ഞിട്ടേ വീട്ടിൽ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. എനിക്ക് 2 ലോഡ് മരം വയ്ക്കാനുണ്ട്. ഇയാൾ എന്തൊരു വൃത്തിയായിട്ട മനുഷ്യനാ. ഇയാൾ കൂട്ടു കച്ചവടക്കാരനല്ല കുറച്ചെടുക്കുന്നത്. ഇത് വലിയ ശല്യമായല്ലോ. രാത്രി പാട്ടും പാടി വന്നോളൂ. യുവമാർക്ക് വരാ പണിയൊന്നുമില്ല. കുമാര നിർത്തണ പിള്ളേർ. ക്രിസ്മസ് പോലും പണിയില്ലാത്തവന്മാര് കണ്ടുപിടിച്ചോണം ഉടായിപ്പ്. ഇനി ഇവിടെ വന്ന് ഒച്ച വച്ചാ അങ്കിളേ ഹാപ്പി ക്രിസ്മസ്. ഇനി ഇവിടെ ശബ്ദമൊന്നും കേട്ടു പോകരുത്. എല്ലാ ഗേറ്റിലും പുറത്ത്. അമ്മാച്ച ഹാപ്പി ക്രിസ്മസ്. ഇതാ ആരടാവേ? നിന്റെ അമ്മ എന്റെ പെങ്ങളി ചത്തിട്ട് ഇപ്പൊ എത്ര വർഷമായടാ? കുറച്ച് വർഷമായെന്ന് അമ്മാച്ചൻ അറിയാമല്ലേ? കുറച്ച് വർഷങ്ങളായെന്ന് നിനക്കറിയാമല്ലോ. എന്നിട്ട് നിന്റെ ഒരു ഹാപ്പി ക്രിസ്മസ്. ഞാൻ വന്നത് അത് മനസ്സിലായി. ആഘോഷിക്കാൻ പൈസയ്ക്ക് വേണ്ടിയാണോടാ? അത് അത് കേട്ടത്തില്ലെന്ന് നിനക്കറിയാമല്ലോ. അമ്മാച്ച അമ്മാച്ചൻ എവിടുത്തെ അമ്മാച്ചനാണ്? ഇപ്പൊ ഉണ്ടാക്കുന്നൊരു ചിക്കൻ ഉണ്ടല്ലോ, അതിന്റെ പേരെന്നാ? ഈ കമ്പിയെ കുത്തിപ്പൊരിക്കുന്ന സാധനം. അതെന്നാ കോപ്പായാലും എനിക്ക് വല്ല അധികാരം ഉണ്ടായിരുന്നല്ലേ അതെ കുത്തി പൊരിച്ചേനെ ഈ ആഘോഷക്കാരെയും ക്രിസ്മസുകാരെയും ഒക്കെ. എന്നിട്ട് ഞാനത് നിരോധിക്കും. ടിൻഡിക്കും പിള്ളേർക്കും സന്തോഷമായനെ ക്രിസ്മസിന് വീട്ടിലോട്ട് വന്ന. അതൊന്നും നടക്കത്തില്ല. വന്നാ എന്തായാലും സമ്മാനം. പിന്നെ വണ്ടിക്കൂലി അങ്ങനെ ചെലവാ. പിന്നെ നിന്നെ ഉപദേശിക്കുക നീ വിചാരിക്കരുത്. കാശില്ലാത്തവൻ അതുപോലെ ജീവിക്കാൻ പറ്റും. ഒരു ക്രിസ്മസ് ആഘോഷം ചുരുക്കി പറഞ്ഞാൽ പൈസ ഇല്ലാത്തവന് ആഘോഷിക്കാനും അവകാശമില്ല. കാശില്ലാത്തവന് എന്ത് കണ്ട് ആഘോഷിക്കാനാടാവേ? എന്ത് കണ്ട് സന്തോഷിക്കാനാ? എന്നാ പിന്നെ അമ്മാച്ചനെ പോലുള്ള പണക്കാരന് ദുഃഖിക്കാനുള്ള അവകാശവുമില്ല. പൈസയൊക്കെ സന്തോഷം തരുന്നെങ്കിൽ അമ്മാച്ചനെ പോലെ ഒരാൾ എന്തിനാ ദുഃഖിക്കുന്നത്? മരുമോനിപ്പോ പോ. എന്റെ സമയത്തിന് വിലയുള്ളതാ. എനിക്ക് ആ ഗേറ്റ് പൂട്ടണം, അല്ലെങ്കിൽ ഇതുപോലുള്ള വയ്യാവരൽ വന്ന് കയറും. ശരിയപ്പോ. ജേക്കപ്പേ, ഇനി ആരും ഒന്ന് ബെല്ലടിച്ചാലും അത് തുറക്കണ്ട, ഗേറ്റ് പൂട്ടിക്കൂ. കുറെ കാപ്പി ക്രിസ്മസുകാരിറങ്ങിയിട്ടുണ്ട്. അന്ത്രോസേട്ടാ, നാളെ ക്രിസ്മസാ. അതിന് നാളെ ഒരു ദിവസം ലീവ് കിട്ടിയ. എടാവേ, ഇതൊരുമാതിരി പോക്കറ്റടിയാ. പണിക്ക് വരാതിരിക്കും, പക്ഷെ ശമ്പളത്തിന് കുറവൊന്നും വരാനും പാടില്ല.
വർഷത്തിലൊരു പ്രാവശ്യമല്ല അന്ത്രോസേട്ടാ ക്രിസ്മസ് ഉള്ളൂ. ഉവ്വ. അന്ന് എല്ലാവരെയും കൂട്ടി പള്ളിയിലൊക്കെ പോയി ഒരു ദിവസം കുടുംബത്തിലിരിക്കാന്ന് വെച്ചാ. എടാ ജയിക്കപ്പേ, വർഷത്തിൽ ഒന്നായിട്ട് തന്നെ സ്വസ്ഥതയില്ല. ലീവ് അത് നമുക്ക് അടുത്ത വർഷം നോക്കാം. ഇതുവരെയുള്ള കണക്കൊക്കെ കൃത്യ അന്ത്രോസേട്ടാ. നാളത്തെ ലീവിന് പകരം അടുത്ത ദിവസങ്ങൾ രാത്രിയിൽ ഞാൻ പണി ചെയ്തോളാം. നിനക്കറിയാവോ, വർഷാവർഷവുമുള്ള ഈ ക്രിസ്മസ് എനിക്ക് തരുന്ന സന്ദേശം എന്താന്ന്? നിനക്കൊരു വയസ്സ് കൂടിയെന്നാ. എന്നാ പൈസ ആയിട്ട് കൂടുന്നില്ല. ആ എന്തേലും ചെയ്യും. ആ പിന്നെ രാത്രിയിൽ ഓവർ ടൈം മറക്കണം. ഓ, ക്രിസ്മസിന് അന്ത്രോസേട്ടൻ വീട്ടിൽ വന്നായിരുന്നെങ്കിൽ എല്ലാവർക്കും സന്തോഷമായേനെ. എനിക്കതൊന്നും അത്ര വലിയ സന്തോഷമൊന്നുമില്ല. ഇവിടെ ഒന്നും ഇല്ല. എന്നെ പറ്റാ അവൻ്റെ വീട്ടിൽ പോയി. അന്ത്രോസേട്ടാ, ഇന്നലെ വൈകുന്നേരം വെച്ച കഞ്ഞിയല്ലേ ഇത്? ഇങ്ങ് മാറ്, ഞാൻ ചൂടാക്കി തരാം. എന്തിനാടാ വെറുതെ ഗ്യാസുകളെന്ന്? നീ പോയി പണി ചെയ്യ്. തണുപ്പ് കാലമല്ല അന്ത്രോസേട്ടാ. ഈ തണുപ്പൊക്കെ കഴിച്ച് വയറിന് വല്ല ഏനക്കേടോ മാറ്റോ? നീ പോടാ പോയേക്കപ്പേ. ഇതെല്ലാം കഴിച്ച് എൻ്റെ വയറെന്നുള്ള ശീലമാണ്. ഇനിയുള്ള ആ മോശം ഭക്ഷണമെല്ലാം കഴിച്ച് വയറിനെല്ലാം ഞാൻ ആരാണെന്ന് ചോദിക്കരുത്, ആരായിരുന്നു എന്ന് ചോദിക്കും. അതെന്താ? അതെന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചവരെ ഭൂതകാലത്തിൽ തന്നെയല്ലേ അഭിസംബോധന ചെയ്യേണ്ടത്? എന്നെ പോലും നീ മറന്നല്ലോ. ഞാൻ സൈമൻ, നിന്റെ പഴയ കൂട്ടുകച്ചവടക്കാരൻ. ശരിയാ. എടാവേ, നീ പണ്ട് ചത്തുപോയ സൈമൺ അല്ലേ? നീ എന്താടാ ഒരുമാതിരി ഫാൻസി ഡ്രസ്സിന് പോകുന്ന മാതിരി അങ്ങനെയൊക്കെ ഇട്ടുണ്ട്. നിന്റെ തമാശയ്ക്ക് കുറവൊന്നുമില്ലല്ലേ അന്ത്രയോസേ? നിന്റെ സംശയം സ്വാഭാവികം, ആരും ചോദിച്ചു. ഉത്തരം കിട്ടിയില്ല. പിന്നെ കൊല്ലാൻ വന്നതല്ലെന്ന് മനസ്സിലായി. പിന്നെ നിനക്കറിയാലോ, അനാവശ്യത്തിന് എന്തിന് ആവശ്യത്തിന് പോലും പണം ചെലവാക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുപോലെ തന്നെ സമയത്തിൻ്റെ കാര്യം. അന്ത്രയോസേ, ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളുടെ ബാക്കിയാ ഈ ചങ്ങല. അതിന് നീ കൊല്ലനൊന്നും അല്ലായിരുന്നല്ലോടാ പോയി. സത്യവാ, നീ തമാശ പറഞ്ഞതാണെങ്കിലും പറഞ്ഞത് ശരിയാ. ഈ ചങ്ങലയിലെ ഓരോ കണ്ണിയും ഞാൻ തന്നെ ഉണ്ടാക്കിയതാ.
എന്നെ വരിഞ്ഞു മുറുക്കുന്ന ഈ ചങ്ങലയിലെ ഓരോ കണ്ണിയും ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത ചതികളും വഞ്ചനകളും സ്വാർത്ഥതയും അങ്ങനെ എല്ലാം അതിനെന്തിനാണാവോ ഈ പാതിരായിക്കാനെ കാണാൻ വന്നത്? എന്നെ അടക്കം ഒരുപാട് പേരെ ദ്രോഹിച്ചവനാ നീ. നിന്നോട് പ്രതികാരം ചെയ്ത നീ അലറി വിളിച്ചാലും ഒരാളും നിന്നെ സഹായിക്കാൻ വരില്ല. കാരണം നീ ഇതുവരെ ഒരാൾക്കും ഒരു ഉപകാരവും ചെയ്തിട്ടില്ല, ഉപദ്രവിച്ചതല്ലാതെ. സൈമ, എന്നാ നീ വന്ന കാര്യം പറഞ്ഞു. ഞാൻ നിനക്കൊരു മുന്നറിയിപ്പ് തരാൻ വന്നതാ. എന്റെ അതേ അവസ്ഥയാ നിന്നെയും കാത്തിരിക്കുന്നത്. നീ അതിൽ നിന്ന് രക്ഷപ്പെടണം. നീ മരിക്കാത്തതുകൊണ്ട് ഇനിയും ധാരാളം സമയമുണ്ട്. നീ ചിന്തിക്ക്. സഫലമായ ജീവിതം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നീ രക്ഷപ്പെടണം. ഞാനിതുവരെ മരണത്തെക്കുറിച്ചോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ അതിനപ്പുറമുണ്ടെന്ന് പറയുന്ന സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ ഒന്നും ചിന്തിച്ചിട്ടില്ല. എന്നേക്കാൾ അത്രയോ നല്ലവനാണ് നീ. നിനക്ക് കിട്ടിയതാണെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കണം? ഞാൻ എന്താടാ ചെയ്യേണ്ടത്? എനിക്ക് രക്ഷപ്പെടണം. വളരെ ഭീകരമായ മരണാനന്തര ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിന്റെ ആഗ്രഹവും ഇപ്പോഴത്തെ നിന്റെ നിസ്സഹായാവസ്ഥയും എനിക്ക് മനസ്സിലാകും അന്ത്രയോസേ. ഞാൻ പറഞ്ഞുതരാം. പക്ഷേ കാര്യങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യണം. ഇന്ന് പാതിരാത്രിക്ക് ശേഷം 3 ആത്മാക്കൾ നിന്നെ കാണാൻ വരും. ഒരു പ്രയത്നത്തിൻ്റെ അല്ല, നിന്റെ വരവോട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴാ 3 എണ്ണം കൂടെ. അതുങ്ങൾ എപ്പോൾ വരുമെന്നാ പറഞ്ഞ്? ഇന്ന് പാതിരാ കഴിഞ്ഞ് ഓരോ മണിക്കൂർ ഇടവിട്ട് ഒരു മണിനാദത്തിന് പിന്നാലെ ആയിരിക്കും അവർ വരുന്നത്. 3 കൂടെ ഒരുമിച്ച് വരുമായിരുന്ന എനിക്ക് സമയലാഭം കിട്ടിയില്ല. പിന്നെ ഒറ്റത്തവണ പേടിച്ചാൽ മതി. പറ്റില്ല. അതെന്നാടാ? നിന്റെ ഉള്ളിലെ കള്ളക്കച്ചവടക്കാരനെ എനിക്ക് മനസ്സിലാകും. അതിനൊരു കാരണമുണ്ട്. വരുന്ന 3 പേരും നിന്റെ ജീവിതത്തിലെ 3 കാലഘട്ടത്തിന്റെ പ്രതിനിധികളാണ്. എടാ സൈമ, സോറി, എനിക്കിപ്പോ 75 പൈസ. ഇനി എന്ത് 3 ഘട്ടം? നിനക്ക് ഏത് വിധേനയും പണം ഉണ്ടാക്കാനും അത് സൂക്ഷിക്കാനുമുള്ള ബുദ്ധി മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്ക്, ആദ്യം വരുന്നത് നിന്റെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിന്റെ ആത്മാവാണ്. ഇവർക്ക് എങ്ങനെ പേരോ മറ്റോ ഉണ്ടോ? ഉണ്ട്. ദ ഗോസ്റ്റ് ഓഫ് ദ ക്രിസ്മസ് പാസ്റ്റ്. 1 മണിക്കൂറിനുള്ളിൽ അടുത്തയാളെത്തും. അത് ദ ഗോസ്റ്റ് ഓഫ് ദ ക്രിസ്മസ് പ്രസന്റ്. അപ്പോ എല്ലാം മനസ്സിലായി. അപ്പോ എന്റെ ഭാവി. സംശയമെന്ത്? ഇവരിനി എന്നെ എന്നാ ചെയ്യും? സ്വത്തുക്കളെല്ലാം ഉപേക്ഷിച്ച് ബാക്കി ഇതോ ഇവരോടുകൂടി ആയിരിക്കുമോ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ്? അന്ത്രയോസേ, ദൈവത്തിലും ആത്മാവിലും മരണാനന്തര ജീവിതത്തിലും വിശ്വസിക്കാത്ത നിന്നെ എനിക്ക് നന്നായി അറിയാം. സൈമൺ എന്ന വർഷങ്ങൾക്ക് മുൻപ് മരിച്ച ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുക. വരുന്ന 3 ആത്മാക്കളും നിന്നോട് സംസാരിക്കും. അവർ പറയുന്നത് പോലെ നീ ചെയ്യണം. പോട്ടെ. 1 മിനിറ്റ്. എന്റെ സമയം കഴിഞ്ഞു അന്ത്രയോസേ. ഇനി നിനക്ക് ചെയ്യാനുള്ളത് വരുന്ന ആത്മാക്കൾ പറയുന്നത് കേൾക്കുക, അനുസരിക്കുക. ഒന്നോ? കൊച്ചാണോ ആദ്യത്തെ ആത്മാവ്? അതെ, ഞാൻ കഴിഞ്ഞുപോയ ക്രിസ്മസ് ആഘോഷങ്ങളുടെ പ്രതിനിധി. അപ്പോഴേ നിങ്ങൾ ആകെ ടോട്ടൽ എത്ര മാലാഖമാരുണ്ട്? 2023. ശരിയാ, ഇത് 2025. യേശു ജനിച്ചതിൻ്റെ പിറ്റേ വർഷം മുതൽ കണക്ക് കൂട്ടിയ 2023 ക്രിസ്മസ്. കറക്റ്റ്. ഞാനേ കണക്കിൻ്റെ കാര്യത്തിൽ അല്പം സ്ട്രിക്റ്റാ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഏത് കാലത്തെ പറ്റി സംസാരിക്കാനാവുന്നത്? സംസാരിക്കാനല്ല, കാണിച്ചു തരാൻ. താങ്കളുടെ ബാല്യകാലത്തെ. വാ, പറക്കാം. അയ്യോ, ഞാനോ? പേടിക്കണ്ട, നിങ്ങൾ മനുഷ്യർക്ക് പറക്കാനാവില്ല. എന്നാൽ ഞങ്ങൾക്ക് പറക്കാനുള്ള കഴിവുണ്ട്.
കയ്യിൽ പിടിച്ചാൽ മതി. താഴെങ്ങാനും പോവോ? അയ്യോ, ഇത്രയും സുന്ദരമായ കാഴ്ചകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. സൈമൺ പറഞ്ഞപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയായിരുന്നു. ഇതിപ്പോ എന്നാ രസമാ, ഒരാകാശപ്പറവയെ പോലെ. ഞാൻ എന്തൊരു ഭാഗ്യവാനല്ലേ. ഇതെവിടെയാ? ഏതായി സ്ഥലം? അതാ അങ്ങോട്ട് നോക്കൂ. എവിടെയോ കണ്ടതുപോലെ. ആരാത്? കണ്ടിട്ടെന്തോ പരിചയം തോന്നുന്നു. നമ്മളെ ആർക്കും കാണാൻ സാധിക്കില്ല. ആ കുട്ടിയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അത് ഞാനല്ലേ? ഞാൻ കുഞ്ഞിലെ എങ്ങനെയായിരുന്നു? അതെ, അത് നിങ്ങൾ തന്നെ. ഞാൻ നിങ്ങളെ ഭൂതകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. നിങ്ങൾ ഈ അനാഥാലയത്തിന്റെ മുറ്റത്ത് എന്തിനാണ് തനിയെ ഇരുന്ന് കരയുന്നത്? അന്ന് ക്രിസ്മസ് തലേന്നായിരുന്നു. കൂട്ടുകാരെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. വർഷത്തിലൊരിക്കൽ വീട്ടിൽ പോകാൻ പറ്റുന്നത് ഈ ദിവസമാണ്. അനാഥാലയമാണെന്നാലും മിക്കവരും അവിടെ എത്തിയത് വീട്ടിലെ പട്ടിണി കാരണം. ക്രിസ്മസ് ദിവസങ്ങൾ മാത്രമാണ് എല്ലാവർക്കും ആശ്വാസം. പക്ഷേ ഞാൻ മാത്രം. ആൻഡു, നീ എപ്പോഴാ വീട്ടിൽ പോണേ? നീ കരയായിരുന്നോ? താമസിച്ചാലും വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂട്ടാൻ വരും കേട്ടോ. ഞാൻ പോവാണേ. ഹാപ്പി ക്രിസ്മസ്. നീ എന്നാ ഉണ്ടാക്കാനാണ് ഇങ്ങോട്ട് വരുന്നേ? ഇവിടെ നിൻ്റെ അമ്മയൊന്നുമില്ല വച്ചണ്ടായി തരാൻ. പിന്നെ ഉണ്ടാക്കുന്നതിൻ്റെ ചിലവും. ക്രിസ്മസ് അവിടെ തന്നെ ഞാൻ കൂടിയാൽ മതി കേട്ടോ. കൂട്ടുകാരെ കാണുമല്ലോ. ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൻ. മോനെ, ഇതാ താക്കോല്. ശ്രദ്ധിച്ചോണേ, ഞാൻ 27-ാം തീയതി വരും. അടുക്കളയായിട്ട് താക്കോൽ നിനക്കറിയാമല്ലോ. പകൽ പറമ്പിൽ കൊണ്ടൊന്ന് ഇറങ്ങി നടക്ക്. ആളുണ്ടോന്ന് അറിയട്ടെ. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കൂ. ആ കൊച്ചിനെ അറിയാമോ? ഞങ്ങളുടെ അമ്മ പോയ ശേഷം എന്നെ സ്നേഹിച്ച ഒറ്റയാളേ ഉള്ളൂ, എൻ്റെ ചേച്ചി റോസി. അന്ന് അവൾ അപ്പൻ്റെ കാല് പിടിച്ച് കരഞ്ഞു. എന്നിട്ട് എന്നെ കൊണ്ടുപോകാൻ വന്നതാണ്. എൻ്റെ ചേച്ചി റോസിക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ ദുഷ്ടനായ ഞാൻ അത് തിരിച്ചു കൊടുത്തില്ല. കുറേ താമസിച്ചു പോയി. റോസിയുടെ മകൻ മൈക്കിളുണ്ടായതോടെ അവളും പോയി. റോസിയുടെ ഒറ്റ മകൻ മൈക്കിളിനെ ഞാൻ തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാത്രമല്ല, ക്രിസ്മസിന് ക്ഷണിക്കാൻ വന്ന അവനെ ഞാൻ ആട്ടിപ്പായിക്കുകയും ചെയ്തു.
പണത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. എല്ലാ ബന്ധങ്ങളും ഞാൻ മറന്നു. ജീവിച്ചിരിക്കുന്ന എൻ്റെ ഏക രക്തബന്ധുവായ മൈക്കിളിനെ പോലും. ശരിക്കും എൻ്റെ ജീവിതം കൊണ്ട് ആർക്കാ ഫലമുണ്ടായിട്ടുള്ളത്? എനിക്ക് പോലുമില്ല. നശിച്ചു പോകുന്ന അളവറ്റ സ്വത്തിൻ്റെ വെറും കാവൽക്കാരൻ ഞാൻ. നോക്ക്, താങ്കൾക്കൊപ്പം നിൽക്കുന്ന സുന്ദരിയായ യുവതി ആരാണ്? അവൾ എന്തിനാണ് താങ്കളുടെ അടുത്ത് വിങ്ങിപ്പൊട്ടി കരയുന്നത്? എനിക്കിത് കാണണ്ട. നിങ്ങളിത് കണ്ടേ മതിയാകൂ. ഇത് നിങ്ങളുടെ വിധിയാണ്. ശരിയാ, എൻ്റെ വിധി തന്നെയായത്. ജാനറ്റ് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവൾ. ആന്റോ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷേ ഒരു പക്ഷേയില്ല ജാനറ്റ്, ഈ കല്യാണം നടക്കത്തില്ല. പിന്നെന്തിനാ നീ എന്നെ സ്നേഹിച്ചേ? എനിക്ക് മനസ്സിലായി ഇപ്പോൾ നിന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനവും ഇല്ലെന്ന്. എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് നീയായിരുന്നു. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും എൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നത് നീയായിരുന്നു. തുറന്നു പറയട്ടെ, പണത്തിനോടുള്ള നിന്റെ ആർത്തി ആന്റോ നിന്റെ ജീവിതം നശിപ്പിക്കും. നിന്റെ ജീവിതത്തിലെ ദുഃഖവും ഏകാന്തതയും കണ്ട് നിന്നിലേക്ക് വന്ന ജാനറ്റ് അവളെ നീ ഒരു ദയയുമില്ലാതെ ആട്ടിപ്പായിച്ചു. നിങ്ങളുടെ ഭാര്യയാകേണ്ടിയിരുന്ന ആ സുന്ദരി ഒരു വിവാഹവും കഴിച്ച് വളരെ സന്തോഷത്തോടെ മക്കളും ഒന്നിച്ച്. പണത്തിനോടുള്ള നിന്റെ ആർത്തി. നിർത്ത്. ഇനി പറഞ്ഞിട്ടെന്തിനാ? ഇപ്പോഴും ഏകാന്തത തന്നെ. മരണശേഷം എൻ്റെ സ്വത്ത് നോക്കാനും ആളില്ല. എന്റെ സമയം കഴിഞ്ഞു. തിരിച്ചു പോകാം. ഇനി രണ്ടാം മാലാഖയുടെ ഊഴം. ഉറക്കവും വരുന്നില്ല. ഞാൻ ഈ കാലഘട്ടത്തിന്റെ പ്രതിനിധിയാണ്. ആട്ടെ, നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ബോധ്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാലോ. പിന്നെന്തിനാ പ്രത്യേകമായൊരു ബോധ്യപ്പെടുത്തൽ? താങ്കൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ ജീവിതം എന്താണെന്ന് താങ്കൾക്കറിയില്ല. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് ഇനിയും താങ്കൾ ഒരുപാട് പഠിക്കാനുണ്ട്. 75 വയസ്സായി. ഈ വയസ്സാം കാലത്തിന് ജീവിതത്തെപ്പറ്റി ഞാൻ എന്നാ പിടിക്കാനാ? ചെറുപ്പത്തിൽ അത് മനസ്സിലാക്കിയിരുന്ന എന്തെങ്കിലും ഉപകാരം ഉണ്ടായാലേ. ഈ ചെലുക്കുണ്ടിൽ നിന്ന് തന്നെ കരകയറിയനെ. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എൻ്റെ പതനമാണ്. പണം ഒരു ശാപമായി എന്നെ പിടികൂടി. പണമെന്ന പിശാചിനെ ഞാൻ കീഴടങ്ങി. ജീവിതത്തിൽ പണമുണ്ടാക്കലാണ് എല്ലാമെന്ന് ഞാൻ വിചാരിച്ചു. അതിന് തടസ്സമായതെല്ലാം എല്ലാം, ഭാര്യയായാലും മക്കളായാലും അവരെ എല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചു. എല്ലാവരെയും ശത്രുക്കളെ കണ്ടു. ഇപ്പോൾ ഓർക്കുമ്പോൾ എൻ്റെ ജീവിതം ഒരു നഷ്ടക്കച്ചവടമാണ്. ദൈവത്തിന് എൻ്റെ ജീവിതത്തിലൊരു സ്ഥാനമില്ലായിരുന്നു. ഒറ്റയ്ക്ക് നിന്നെല്ലാം വെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രതയായിരുന്നു ഉള്ളിൽ. മറ്റൊരുത്തിൻ്റെയും മനസ്സ് കാണാതൊരു പോക്ക്. ഇതൊരു ജീവിതമായിരുന്നു. കഴിച്ചോണേ. ഇത്രയും വലിയ കുടുംബത്തിന് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയ ഭക്ഷണം കണ്ടില്ലേ? ഒരു ചിക്കൻ പോലും ഇല്ല. അധികം ചിരിക്കണ്ട. അതിന് കാരണക്കാരൻ താനാണ്.
ഞാനിതിനെന്നാ വല്ല ചിക്കൻ കട നടത്തുന്നുണ്ടോ? അത് അവരുടെ ശ്രദ്ധ കുറവാ. പ്രിയ അന്ത്രയോസേ, ഇതാണ് നിങ്ങളുടെ കുഴപ്പം. ഒരു കാര്യവും നിങ്ങൾ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണില്ല. സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി ചിന്തിക്കുന്ന നിങ്ങൾ ഒരു തരത്തിൽ വിഡ്ഢി തന്നെയാണ്. നിങ്ങൾ ആ മനുഷ്യന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ജേക്കബ് അല്ലേ അത്? ആദ്യേ നമുക്ക് ഈ ഭക്ഷണം തന്ന ദൈവത്തോട് നന്ദി പറയാം മക്കളെ. ഇനി നമുക്ക് ഈ ഭക്ഷണം കഴിക്കാൻ കാരണക്കാരനായ എൻ്റെ മുതലാളി അന്ത്രയോസ് ചേട്ടന് വേണ്ടിയും പ്രാർത്ഥിക്കാം. പറ്റുമെങ്കിൽ ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. എടോ, നമ്മുടെ എന്നത്തെയും ഭക്ഷണം അന്ത്രയോസ് ചേട്ടനിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ്. അത് മറക്കരുത് പോലും. ഓർമ്മിക്കാനായിട്ട് ആ മനുഷ്യൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടല്ലോ. എന്റെ ചേട്ടാ, കഷ്ടമുണ്ട്. ചേട്ടന്റെ ശമ്പളമെങ്കിലും നേരാവണ്ണം തന്നിരുന്നെങ്കിൽ പട്ടിണി കൂടാതെ നമുക്കിവിടെ കഴിയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ തീരുമാനമല്ലേ? എന്നാ ഇത് എന്റെ തീരുമാനമാ. അങ്ങേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെ പറയല്ലേ. നീ അയാൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല എന്ന് നിനക്കറിയാലോ. നമ്മൾ പ്രാർത്ഥിച്ച അയാളുടെ മനസ്സ് മാറുന്നുണ്ടെങ്കിൽ മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാം. മാറും. അന്ത്രയോസിന്റെ മനസ്സല്ലേ, ശരിക്കും മാറും. അതങ്ങേര് മരിച്ച ശേഷം മാറത്തുള്ളൂ. ആ സ്ത്രീയെ ആർക്കെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുമോ? ജീവിതത്തിന്റെ കയ്പുനീർ ഒരുപാട് കുടിച്ച അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാനിതൊന്നും കേട്ടാ പോരാ. എന്നെപ്പറ്റി അവര് കുറച്ചുകൂടി മോശമായി എന്തെങ്കിലും സംസാരിക്കണം. ആ അപമാനം കേട്ടെങ്കിലും ഞാനൊന്നും നന്നാകട്ടെ. അത്രയ്ക്കും ദുഷ്ടതരങ്ങളാ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. മേരി, നീ ഒന്നോർക്കണം. നമ്മളൊക്കെ ഇങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്നത് അന്ത്രയോസ് മുതലാളിയുടെ കാരണം കൊണ്ട് തന്നെയാ. അപ്പൊ നമ്മൾ അങ്ങേർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എന്നാ പിന്നെ ആ മഹാനം കൂടെ ഇന്നിങ്ങോട്ട് ക്ഷണിക്കരുതായിരുന്നോ? ഞാൻ വിളിച്ചതാ മേരി. അദ്ദേഹം വരുന്നില്ല എന്ന് പറഞ്ഞേ. വന്നാ കാണായിരുന്നു. നല്ല സദ്യ വിളമ്പതിന് പകരേ എന്റെ മനസ്സിലുള്ളത് മുഴുവൻ ഞാൻ അങ്ങേർക്ക് വിളമ്പിക്കൊടുത്തേനെ. എടി, ഇന്ന് ക്രിസ്മസാ. ഇന്ന് നല്ല വാക്കും നല്ല ചിന്തയും വരട്ടെ. ഇത് കണ്ടല്ലേ നമ്മുടെ മക്കള് വളരണ്ടേ. അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സന്ദേശം അതല്ലേ? ജേക്കബേ, ഞാൻ എന്തൊക്കെയോ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. അത് പോട്ടെ മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. കണ്ണു തുറന്ന് കാണ്. നിങ്ങൾ എത്രമാത്രം ദരിദ്രനും ജേക്കബ് എത്ര സമ്പന്നനുമാണെന്ന് മനസ്സിലായോ? ജേക്കബ് ബുദ്ധിമാനാണ്. ഈ ഭൂമിയിൽ സ്വത്ത് സ്വരുക്കൂട്ടി വയ്ക്കാതെ സ്വർഗത്തിൽ സമ്പാദ്യം കരുതി വെച്ചിരിക്കുന്നു. താനോ കീടങ്ങൾക്ക് നശിപ്പിക്കാവുന്നതും ചിതലുകൾ കരിക്കാവുന്നതുമായ ഭൗതിക സമ്പത്ത് കുന്നുകൂട്ടിയിരിക്കുന്നു. അത് തനിക്കോ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നുമില്ല. ബാക്കി കൂടെ കാണണ്ടേ? പാചകത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ അമ്മയെ തോപ്പിക്കാം. ആർക്കും പറ്റില്ല മക്കളെ. അധികം സുഖിപ്പിക്കല്ലേ മോനെ. അല്ലടോ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നീ അല്ലായിരുന്നു എൻ്റെ ഭാര്യയെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ആദ്യമായ നിന്റെ മുഖം ഞാൻ കറുത്ത് കാണുന്നത് അതും ആ അന്ത്രോസേട്ടൻ്റെ കാര്യത്തിൽ. ഭക്ഷണത്തെപ്പറ്റിയും പാചകത്തെപ്പറ്റിയും ഒക്കെ പുകഴ്ത്തി പറഞ്ഞിട്ട് ജേക്കബ് എന്താ കഴിക്കാതിരിക്കുന്നേ? അല്ല, ഞാൻ അവിടെ പറഞ്ഞു നിർത്തിയേ. പപ്പ അമ്മയുടെ പാചകത്തിൽ സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുമായിരുന്നു. എനിക്ക് ആരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. പക്ഷെ ഉള്ള കാര്യം പറഞ്ഞോണ്ടല്ലോ, ഇന്നത്തെ പാചകം നന്നായിരുന്നു. അതങ്ങനെ സംഭവിച്ചു, അബദ്ധത്തിൽ സംഭവിച്ചു. അലീന, ഞാൻ മോളോട് കുറച്ചു കാലമായിട്ട് ഒരു കാര്യം ചോദിക്കാനിരിക്കുമായിരുന്നു. അതിനെന്താ പപ്പ, ഒന്നോ പത്തോ ചോദ്യം ചോദിച്ചോ?
മോള് കുറച്ച് കാലമായിട്ട് വളരെ നേരത്തെ പള്ളിയിൽ പോകുന്നു. എല്ലാവരും പോയ ശേഷം കുറേ കഴിഞ്ഞ് വളരെ താമസിച്ച മോള് തിരിച്ചു വരുന്നത്. ശരിയല്ലേ? മോൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. എന്നിട്ട് നീ പള്ളിയിൽ കുറേ നേരം ഇരിക്കുന്നുണ്ടല്ലോ. ഞാൻ പള്ളിയിൽ വരുന്നവരെ പ്രാർത്ഥിക്കുന്നവരാക്കി മാറ്റാൻ നോക്കുക. നീ ആര് പള്ളിയിലച്ചനോ എല്ലാവരെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ? അതല്ല മമ്മി കാര്യം. ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ എല്ലാവരും വീട്ടുകാരിയോ നാട്ടുകാരിയോ പറഞ്ഞോണ്ടിരിക്കുമായിരിക്കും. എന്നെ കണ്ട അതെല്ലാം അങ്ങ് മാറും. പിന്നെ ഇങ്ങനെ സകല ലോകത്തിന്റെയും നാഥനായ ദൈവമേ, ഈ കുഞ്ഞിന്റെ ആയുസ് നീട്ടിക്കൊടുക്കണമേ. ഇവളെ ഉടനെ എങ്ങും മരണത്തിന് വിട്ടുകൊടുക്കരുതേ. പറ, ഇവക്ക് എന്നതാ? എന്താ ഇവിടെ അസുഖം? നോക്ക്, അസ്ഥികളെ ക്ഷയിപ്പിക്കുന്ന മാരക രോഗം പിടിപെട്ട് ദിവസങ്ങൾ എണ്ണിക്കഴിയുന്ന ഒരു കുട്ടിയാണ് അലീന. പുറത്തു കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയൂ? താങ്കളുടെ ജീവിതം എന്തൊരു തോൽവിയാണ്. വരൂ, നമുക്ക് തിരിച്ചു പോവാൻ സമയമായി. കുറച്ച് സമയം കൂടെ. ഇല്ല. അവളെ രക്ഷിക്കാനുള്ള കടമ എനിക്കില്ലേ? അവൻ അനുഭവിക്കേണ്ട സമ്പത്തിന്റെ ഒരു ഭാഗം ഞാൻ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയല്ലേ. താങ്കൾക്ക് ഭാവി ഉറവിക്കാനുള്ള കഴിവുണ്ടല്ലോ. പറ, ആ കുഞ്ഞു മരിക്കുമോ? അറിഞ്ഞിട്ടെന്ത് വേണം? ഒരാഗ്രഹം കൊണ്ടാ. ഈ കണ്ടതൊന്നും സത്യമാവാതിരിക്കട്ടെ. സത്യവും സ്വപ്നവും എല്ലാം കൂടിക്കുഴഞ്ഞ് സത്യമല്ലാതാകട്ടെ. പറ, ദയവായി പറ, ആ കുട്ടി മരിക്കുമോ? നിങ്ങൾ എന്തിനാണ് ആ കുട്ടിയുടെ കാര്യത്തിൽ ഇത്രയേറെ താല്പര്യം കാണിക്കുന്നത്? അവൾ മരിക്കുകയോ മരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അവളുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലല്ലോ. താൻ ആ കുട്ടിയെ ഓർത്ത് വിഷമിക്കണ്ട. അവൾ കുറച്ച് ദിവസം കൂടി മാത്രമേ ജീവിച്ചിരിക്കൂ. നിങ്ങൾ പണ്ടൊരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? രോഗികളും അഗതികളും മരിക്കട്ടെ എന്നല്ലേ? അങ്ങനെ ലോകത്തിന്റെ ജനസംഖ്യ കുറയട്ടെ എന്നല്ലേ? അല്ലേ? ജീവിതത്തിൽ തോറ്റുപോയൊരു മനുഷ്യ ഞാൻ. ചെറുപ്പം മുതലുള്ള ദുരിത ജീവിതം എന്നെ യാതൊരു വികാരങ്ങളും ഇല്ലാത്തവനാക്കി മാറ്റി. ഭാഗ്യമില്ലാത്തവനായാൽ പട്ടിണിയും ഒറ്റപ്പെടലും എന്നെ വേറൊരാളാക്കി മാറ്റി. പണമുണ്ടാക്കൽ മാത്രമാണ് ജീവിത വിജയമെന്ന് ഞാൻ വിശ്വസിച്ചു. അലീന, അവള് മരിക്കില്ല. നിങ്ങൾക്കെന്താ ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? എങ്കിൽ നമുക്ക് അലീനയുടെ വീട് വരെ ഒന്നുകൂടി പോവാം. എന്നെ തിരിച്ചെത്തിക്കണം. എനിക്കിത് കാണണ്ട, എനിക്കിത് കാണണ്ട.
കയറി വാ. എന്നെ മനസ്സിലായി കാണുമല്ലോ. ആ, താങ്കൾ എന്തൊക്കെയാണ് ഇന്ന് എന്നെ കാണിച്ചു തരാൻ പോകുന്നതെന്ന ആകാംക്ഷയിലാണ്. ഇതുവരെ ഒരു മനുഷ്യനും കാണുവാൻ സാധിക്കാത്തതാണ് നിനക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നിന്റെ ഭാവി. സ്വന്തം ഭാവി കൺമുൻപിൽ കാണുന്നതൊക്കെ നല്ല കാര്യം. പക്ഷെ എൻ്റെ കാര്യത്തിലാവുമ്പോൾ അതെത്ര ഭീകരമാണെന്ന് ഓർക്കുമ്പോൾ ജേക്കപ്പനോടും കുടുംബത്തോടും കാണിച്ച ക്രൂരതകൾ തന്നെ മതി. എൻ്റെ കൂട്ടുകച്ചവടക്കാരന് സൈമണ് കിട്ടിയതിലേറെ ശിക്ഷ എനിക്ക് കിട്ടാൻ. നല്ല ജീവിതം നയിക്കുന്നവരുടെ ജീവിതം പോലെ തന്നെ അവരുടെ മരണവും സന്തോഷകരമായിരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ആ, എൻ്റെ കാര്യം ഈ മുറി എവിടെയോ. നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? അങ്ങോട്ട് നോക്ക്. തലയൊക്കെ മൂടി കിടക്കുവാണല്ലോ. എന്നാ പറ്റി? അതൊരു ശവശരീരമാണ്. ശവമോ? പ്രാർത്ഥനയും മെഴുകുതിരിയൊന്നും ഇല്ലാതെ ആരുടെയാ? നിന്റെ തന്നെ. പ്രാർത്ഥനയില്ലാതെ, മെഴുകുതിരി വെളിച്ചമില്ലാതെ ചീഞ്ഞളിയാൻ പോകുന്ന ജഡം. അല്പം കഴിയുമ്പോൾ നഗരസഭയുടെ ആംബുലൻസിൽ തൂപ്പുകാർ മുഖം പൊത്തിക്കൊണ്ട് കയറ്റും. പിന്നെ ആരാലും തിരിച്ചറിയപ്പെടാതെ പൊതുശ്മശാനത്തിൽ എവിടെയെങ്കിലും കുഴിച്ചിട്ട് ദുർഗന്ധത്തിന് അറുതി വന്നെന്ന ആശ്വാസത്തിൽ പണിക്കാർ കാർക്കിച്ച് തുപ്പും. ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കിവിടെ ആരുമില്ലേ? എന്നെ രക്ഷിക്കുക. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിന്നെ സഹായിക്കാൻ ആരും ഇവിടില്ല. ഞാനൊരു മനുഷ്യനല്ലേ? എന്താ എന്നെ ആരും ഒന്നും സഹായിക്കാതെ? ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ നിനക്കെന്ത് അവകാശം? ജീവിച്ചിരുന്നപ്പോ എല്ലാവരെയും മാട്ടിപ്പായിച്ചവനല്ലേ നീ? മരിച്ചപ്പം നിനക്ക് മറ്റുള്ളവരുടെ സഹായം വേണമല്ലേ? ജീവിച്ചിരുന്നപ്പോ ഞാൻ എല്ലാവരെയും ശത്രുക്കളായിട്ടാണ് കണ്ടത്. ഇങ്ങോട്ട് വന്നവരെല്ലാം ഞാൻ ആട്ടി ഓടിച്ചു. പണത്തിന് വേണ്ടി ഞാൻ ജീവൻ തന്നെ വേണ്ടെന്ന് വെച്ചു. എന്നെ മാത്രം സ്വപ്നം കണ്ടിരുന്ന ജാനറ്റിനെ ഞാൻ ഒരു കാരണവും കൂടാതെ ഉപേക്ഷിച്ചു. അവളുടെ കണ്ണീര് കണ്ടില്ലെന്ന് നടിച്ചു. അല്ലെങ്കിൽ അവൾ അലരിക്കറി ഇവിടെ ഉണ്ടാകുമായിരുന്നു. കരഞ്ഞും പ്രാർത്ഥിച്ചും എൻ്റെ മക്കളും ഈച്ചൊന്നും ഇവിടെ ഉണ്ടാവില്ല. നല്ല പൂക്കളും പുന്തിരിക്കും. എനിക്കെല്ലാം പോയി. എല്ലാം ഞാൻ തന്നെ കളഞ്ഞു. ഒരാളെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുമോ? നമുക്ക് ഇവിടെ നിന്ന് പോകാം. എനിക്കിതൊന്നും കാണണ്ട. പോകാം. പക്ഷെ ഒരു സ്ഥലം കൂടെ നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കണം. എന്നെ ഇതങ്ങോട്ട് കൊണ്ടുപോവാ? ദേ നോക്ക്, താങ്കൾ പോയി കാണ്. എനിക്കിനി ഇതൊന്നും കാണാം. നിന്റെ ഭാവി ഏതാണ്ടൊക്കെ നിനക്ക് ബോധ്യപ്പെട്ടല്ലോ.
വിധിയെ മാറ്റിമറിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇതൊക്കെ കാണിച്ചു തരിക എന്നത് മാത്രമാണ് എൻ്റെ കടമ. ഇതാണ് നിന്റെ വിധി. എൻ്റെ വിധി ഞാൻ തന്നെ വരുത്തി വെച്ച എൻ്റെ വിധി. എനിക്കൊരു സഹായം ചെയ്യാമോ? എൻ്റെ മരണത്തിൽ വിഷമിക്കുന്ന ഒരാളെയെങ്കിലും എനിക്കൊന്ന് കാണണം, കാണിച്ചു തരണം. ഞാൻ അനാഥനല്ലെന്ന് അങ്ങനെയെങ്കിലും എനിക്ക് തെളിയിക്കണം. സാധ്യമല്ല. താങ്കളുടെ ഭാവി കാണിച്ചു തരിക എന്നത് മാത്രമാണ് എൻ്റെ ചുമതല. അല്ലെങ്കിൽ തന്നെ നടക്കാത്തൊരു കാര്യം എനിക്ക് എങ്ങനെ കാണിച്ചു തരാൻ സാധിക്കും? സാധിക്കണം, നിങ്ങൾക്കതിന് പറ്റണം. നടക്കാത്ത കാര്യത്തെക്കുറിച്ച് ആകുലതപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. വരൂ, നമുക്ക് താങ്കളുടെ വീട്ടിലേക്ക് പോകാം. എന്നെ ഓർത്ത് കരയുന്ന ഒരാളെയെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരണം. ശരി, താങ്കൾക്കായി ഞാനൊരു കാര്യം ചെയ്യാം. മറ്റാരുടെയോ മരണത്തിൽ ദുഃഖിക്കുന്ന കുറച്ചാളുകളെ ഞാൻ കാണിച്ചു തരാം. മതി, അതായാലും മതി. എൻ്റെ മരണത്തിലോ ആരും ദുഃഖിക്കുന്നില്ല. സാരമില്ല, ഇങ്ങനെയെങ്കിലും എനിക്ക് ഇത്തിരി ആശ്വാസം കിട്ടും. വാ, പോകാം. ഇവിടെ ആരാ മരിച്ചേ? മരിച്ച ആളെ നിങ്ങൾക്കറിയാം. താൻ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ വീട്. അതികഠിനമായി ജോലി ചെയ്തിട്ടും മാന്യമായ കൂലി ലഭിക്കാതെ സ്വന്തം കുഞ്ഞിനെ ചികിത്സിക്കാൻ പണമില്ലാതെ പോയ നിർഭാഗ്യവാനായ ഒരു അച്ഛൻ്റെ വീട്. അയാൾ ചെയ്ത ഒരേ ഒരു കുറ്റം നിഷ്ഠൂരനും നിരീശ്വരവാദിയും സ്വാർത്ഥനുമായ ഒരു മനുഷ്യപ്പിശാചിൻ്റെ ജോലിക്കാരനായിരുന്നു എന്നത് മാത്രമായിരുന്നു. മരുന്നെന്നല്ല, നല്ല രീതിയിൽ മക്കൾക്ക് ഭക്ഷണം പോലും നൽകാൻ കഴിയാതിരുന്ന ആ പിതാവാണ് മുറിയുടെ മൂലയിൽ തലകുമ്പിട്ടിരിക്കുന്നത്. ജേക്കബേ, നിങ്ങളും വല്ലാതെ ക്ഷീണിച്ചു കേട്ടോ. ഇന്ന് മോളുടെ അടുത്ത് പോയിരുന്നോ? അവളവിടെ സുഖമായിരിക്കുന്നു. ദൈവത്തിൻ്റെ മടിയിലിരുന്നു അവൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നാളെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോവാലോ. എനിക്ക് അവളോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ജേക്കബ്, നമ്മൾ അവളെ നന്നായി ചികിത്സിക്കുമായിരുന്നെങ്കിൽ അവളിപ്പോ മരിക്കത്തില്ലായിരുന്നല്ലോ. നമ്മുടെ മോള് നമ്മുടെ കൂടെ കാണത്തില്ലായിരുന്നു. മതി, നമുക്ക് തിരിച്ചു പോവാം. നമ്മൾ കണ്ടതെല്ലാം ഭാവിയിലെ കാര്യങ്ങൾ മാത്രമാണല്ലോ അല്ലേ? അതെ, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. നല്ല ഭക്ഷണവും ചികിത്സയും കിട്ടാതെ ആ പാവം കുഞ്ഞു മരിക്കും. പണം കൂന കൂട്ടി എന്നെ ഒരനാഥനെ പോലെ പുഴുവരിക്കും. അങ്ങൊന്ന് പറയാവോ? ഞാൻ വിചാരിച്ചാൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുത്താൻ പറ്റുമോ? ആ മോളെ രക്ഷിക്കാൻ എനിക്ക് പറ്റിയല്ലേ? നല്ല ചികിത്സയൊക്കെ കൊടുത്ത് സ്വന്തം മോളെ പോലെ സംരക്ഷിക്കാൻ എനിക്ക് പറ്റിയല്ലേ? എനിക്ക് മക്കളില്ല, ഞാൻ അവളെ രക്ഷിക്കും. എനിക്കിപ്പോൾ ഒരു പൊന്നുമോളുണ്ട്, ഞാൻ അവളെ രക്ഷിക്കും. എനിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. അങ്ങ് എങ്ങോട്ടാ പോകുന്നത്? എന്നെ അയച്ച ഈശ്വരന്റെ അടുത്തേക്ക്. എന്നെ നേർവഴിയിലേക്ക് നയിച്ച, എന്നെ മനുഷ്യനാക്കിയ, ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏക ആശ്രയമായ അങ്ങ് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയാതെ പോവുകയാണോ? ഒരാൾ എന്ത് ചെയ്യണമെന്ന് അവനവൻ തന്നെ ചിന്തിക്കണം. അതിനല്ലേ ദൈവം അവന് സ്വതന്ത്ര ചിന്തയും വിവേകവും തന്നിരിക്കുന്നത്. നീ എന്ത് ചെയ്യണമെന്ന് പറയാൻ ഞാൻ ആളല്ല. പോട്ടെ. വേണ്ട, പോകല്ലേ. ഇല്ല, പോവാൻ ഞാൻ സമ്മതിക്കില്ല. വിടില്ല ഞാൻ.
വീടില്ലേ വീടില്ലേ ഹായ്. നല്ല മഴയാ. ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടല്ലോ. എന്തോ നമുക്കിന്ന് 2 വീട്ടിൽ പോണം. പോകാം. ഒന്നല്ല കണക്കൊക്കെ എഴുതുന്ന ജേക്കപ്പന്റെ വീട്ടിൽ, അവിടെ അതുപോലെ എന്റെ മരുമകൻ അയ്യോ അവിടെയും പോണം. അവർക്കൊക്കെ ഈ വർഷം ക്രിസ്മസ് സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അല്ല അന്ത്രോസിയേട്ടൻ ഇത് എന്നാ പറ്റി ഈ മാറ്റം? അതൊക്കെ പിന്നെ പറയാം. 2 കേക്ക് പിന്നെ പിന്നെ എന്നൊക്കെയാ വേണ്ട വെച്ചാ? പിന്നെ എല്ലാം കുറേശ്ശെ എടുത്തു. ഒത്തിരി സാധനം മേടിക്കാനുണ്ട്. സാധനങ്ങളുണ്ട്, ഇതുകൂടെ എടുക്കാം. ലാവിഷാ അന്ത്രോസിയേട്ടാ, ഇതുകൂടെ വെച്ചോ. ഇന്ന് കാക്ക മലർന്നു പറക്കും ഉറപ്പാ. എന്റെ ദൈവമേ. അതെ, ഇത്രയും കാലം ഞാൻ വളരെ പിശുക്കിയാ ജീവിച്ചത്. അതെല്ലാവർക്കും പക്ഷേ അറിയാലോ. ദൈവം എനിക്ക് അങ്ങനെ ഒരു തോന്നുന്നത്. ഞാൻ എന്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോയാ. ദൈവമേ, എന്റെ മക്കൾക്കല്ല ആവശ്യത്തിന് സാധനങ്ങൾ കൊടുക്കണം കൊടുക്കണം. ജീവിച്ചിരിക്കുമ്പോൾ അപ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അന്ത്രോസിയേട്ടാ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഇതാ ജേക്കപ്പന്റെ വീട്ടില് എത്തിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ തന്നു വിട്ടാന്ന് അവരോടൊന്നും പറയാം. ശരി. സൂക്ഷിച്ചോണേ, വീഴല്ലേ. അപ്പൊ പിന്നെ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഈ കാര്യങ്ങൾ എന്നാ അന്ത്രോസിയേട്ടാ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോവാ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. മേരി അല്ലേ? അതെ. ആരാ? അപ്പൊ ഹാപ്പി ക്രിസ്മസ്. ആരായിരുന്നു? അതാരെങ്കിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണെന്ന് ഓർത്തോളൂ. ഹാപ്പി ക്രിസ്മസ്. ബൈ. മോനെ മൈക്കിളെ. അയ്യോ ഇതാരാ? അമ്മാച്ചനോ? വാ വാ കേറി വാ. എടി നിന്റെ ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. അമ്മാച്ച, എന്നാ ക്രിസ്മസ് സമ്മാനം. നാളെ ക്രിസ്മസിന് ഉച്ചയുണ്ടാൻ ഞാനും ഉണ്ട്. പിന്നെ 2 കാര്യം കൂടി പറയാനുണ്ട്. അമ്മാച്ചൻ പറ. ഞാനിങ്ങോട്ട് താമസം മാറിയാലോ എന്ന് ആലോചിക്കുക. പിന്നെ കച്ചവടത്തിന് എനിക്ക് നിന്റെ സഹായവും വേണം. പ്രായമായില്ലേ, ഒരു കൂട്ടു കച്ചവടക്കാരനെ പോലെ. അമ്മാച്ചൻ തന്നെയാണോ ഇത് പറയുന്നല്ലടാ നിന്റെ ചിന്ത? ഈ ലോകത്ത് ബന്ധമെന്ന് പറയാൻ നീ മാത്രമല്ലേടാ ഉള്ളൂ. പോട്ടറ, ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. എന്നാ ശരി. വാ 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 ഇരിക്ക്. വിശേഷങ്ങളൊക്കെ പറ. എന്നാ അമ്മോടെ പരീക്ഷ തുടങ്ങുന്നത്? അടുത്ത തിങ്കളാഴ്ച.
ആ പഠിച്ചു കഴിഞ്ഞു എല്ലാം. കുറച്ചൊക്കെ, ബാക്കി പരീക്ഷയുടെ തലേന്ന് പഠിച്ചാലേ തലേ കയറത്തുള്ളൂ. ആ അത് നല്ല കാര്യം. അങ്കിളെ, ഒരു സംശയം. പിന്നീട് എപ്പോഴെങ്കിലും അങ്കിൾ ആ മാലാകമാരെ കണ്ടിട്ടുണ്ടോ? അതങ്ങനെ അലീന മോൾ അതിന് സമ്മതിച്ചിട്ട് വേണ്ടേ? അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തുമില്ല.